ബാല്യത്തിന്റെ ഓർമ്മതൻ സൗരഭം മായാതെ നിൽപ്പുണ്ടൻ ആത്മാവിരിന്നും അമ്മ വാത്സല്യത്തിൻ കണ്ണീരിൻ നനവും അച്ഛന്റെ കരുതലിൻ സ്നേഹനിലാവും എത്രയോ കാലത്തിനിപ്പുറവും വന്നു തൊട്ടു വിളിക്കുന്നുണ്ടാർദ്രമായിന്നും. മാഷ് ആദ്യമായിട്ട് വണ്ടി എടുത്ത് എപ്പോഴായിരുന്നു? മാഷ് വണ്ടി എടുത്തിട്ടില്ല. മാഷ് സ്വന്തമായിട്ട് സൈക്കിളെ ഓടിച്ചിട്ടുള്ളൂ. സൈക്കിൾ ഓടിക്കുമ്പോ കേട്ടുന്നത് നല്ല ഇവിടുന്ന് ചെറുപ്പളശ്ശേരി വരെ. കാരണം അന്നത്തെ കുണ്ട് പിടിച്ചിരുന്നു. അത് കുറെ കാലം സൂക്ഷിച്ച സൈക്കിൾ കാലത്തെ ബൈക്കടക്കം കാണാൻ വിഷമം. റോഡ് മോശമല്ലേ? കാറ് വീടുകളിലൊക്കെ വന്നു വെച്ചാല് ആൾക്കാരൊക്കെ അതിന്റെ 4 പേരും കൂടും കാണാൻ. അംബാസഡർ അംബാസഡർ മാത്രമൊന്നും ഓടാണെന്നില്ല. അത് കിട്ടാൻ ബുദ്ധിമുട്ടുമാണ്. അതൊക്കെ അത്യാവശ്യത്തിന് കിട്ടില്ല. അപ്പൊ ഞങ്ങള് പിന്നെ അത് സന്തോഷമായിട്ട് ഇങ്ങനെ നടക്കാനല്ലേ. കൃത്യസമയത്ത് ഇവിടെ എത്തണമെന്നില്ല, നമുക്ക് അവിടെ എത്തണമെന്നില്ല. ശനി ഞായറും ഞങ്ങള് നടക്കാനുള്ളൊരു ദിവസം. മാഷ് 5 ദിവസം വീട്ടിലുണ്ടാവും. മാരായമംഗലം സ്കൂളിലാവുമ്പോഴായിരുന്നു കല്യാണം. മാഷക്ക് മണ്ണമ്പറ്റയ്ക്കും വരാൻ പറ്റില്ല. അപ്പൊ മാഷ് മാരായമംഗലത്ത് കൂടും. ശനി ഞായറും ഒരു നടത്തം. ശനി ഞായറായിരുന്നു 5 ദിവസത്തെ പരിപാടി കഴിഞ്ഞിട്ടുള്ള നടത്തം. എത്ര മക്കളാണ്? 4 മക്കള്. 2 ആൺകുട്ടി 2 പെൺകുട്ടി. മൂത്ത മകള് ടീച്ചർ, കല്ലൂരി AUP സ്കൂളിൽ ടീച്ചറായി. ഇപ്പൊ കഴിഞ്ഞ മെയ്യില് റിട്ടയർഡായി. കല്യാണം കഴിച്ചിരുന്നത് അഴിയന്നൊരു കരിപ്പാലി പറഞ്ഞ വീട്ടില് ജയറാം പേര്, മുണ്ടൂർ ഹയർ സെക്കൻഡറിന്ന് പ്രിൻസിപ്പളായിട്ട് ഇപ്പൊ 4 കൊല്ലം റിട്ടയർഡായി. അവർക്ക് 2 കുട്ടികൾ, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, 2 കുട്ടിയായി. അവര് ബാംഗ്ലൂര്. മകന് ജോലിയായി, അവൻ തിരുവനന്തപുരത്ത്. അങ്ങനെ അവരൊരു പിന്നെ ഒരു മകൻ ലാൽ എന്ന പേര്. മൂത്ത മകള് ലതി, മകന് ലാൽ എന്ന പേര്. അവന്റെ ഭാര്യ ടീച്ചറാണ് പച്ചനാട്ടുകര സ്കൂളില് ശ്രീജ. 2 കുട്ടികള് 2 പെൺകുട്ടികള്. മൂത്ത മകള് ആർക്കിടെക്ചർ എഞ്ചിനീയർ, ദുബായിൽ വർക്ക് ചെയ്യണു, 1 കൊല്ലായി. രണ്ടാമത്തെ മകള് ഇപ്പൊ പഠിക്കണു ചെന്നൈ VITയില് ഡാറ്റാ സയൻസ് പഠിക്കുന്നു. അമൃതയില് BSc ഇന്റഗ്രേറ്റഡ് മാത്സിനെ പഠിച്ചത്. അപ്പൊ അമൃതയില് 3 കൊല്ലം കഴിഞ്ഞ് ഇപ്പൊ ചെന്നൈ VITയില് ഡാറ്റാ സയൻസിൽ പഠിക്കുന്നു. പിന്നെ മകൻ അശോക് ലേലാൻഡില് ജനറൽ മാനേജറായിട്ട് ഏറ്റവും ഉയർന്ന പോസ്റ്റാണ് അവിടുത്തെ ചെന്നൈയില്. അവിടെ വർക്ക് ചെയ്യുന്നു. ഒരു മകൻ, അവനും ജോലിയായി. ഭാര്യ റെയിൽവേ ബാങ്കിൽ ജോലി ചെയ്യുന്നു. അങ്ങനെ അവര് ചെറിയ ഒരു മകൻ. പിന്നെ ഒരു മകൾക്ക് ഒരു മകള്, അവള് BAMS കഴിഞ്ഞു. ഇപ്പോൾ ആയുർവേദ ഡോക്ടറാണ്. അവളിപ്പോൾ ഇൻഷുറൻസ് കമ്പനിയിൽ മെഡിക്കൽ ഇൻഷുറൻസ് അത് ഡോക്ടേഴ്സിനെ എടുക്കണം. അപ്പോൾ അവൾക്ക് ഇപ്പോൾ അതിൽ ജോലിയായിട്ട് അവള് വർക്ക് ചെയ്യുന്നു. കല്യാണം കഴിഞ്ഞു പാലക്കാട് തന്നെയാണ്. അങ്ങനെ അവരങ്ങനെ 3 പേരങ്ങനെ. അപ്പം 3 ആളും നമ്മുടെ അടുത്ത് കൂടെ ഉണ്ട് കാണാൻ. ഇപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് മാഷ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ചേച്ചീനെയും മാഷിനെ കണ്ടത്. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ തോന്നിയെന്താ അറിയോ, ഭയങ്കര നർമ്മം കലർന്ന രീതിയിലാണ് മാഷ് സംസാരിക്കുക അല്ലേ? നല്ല രസമുണ്ട് മാഷ് സംസാരിക്കുന്നത്. അപ്പോ ചേച്ചിക്ക് ഒരു അനുഭവങ്ങൾ എങ്ങനെയാ മാഷായിട്ടുള്ള അനുഭവങ്ങൾ? മാഷ് നല്ല നർമ്മം കലർന്ന രീതിയിലൊക്കെ സംസാരിച്ച് പൊതുവെ അങ്ങനെ ഒരു നർമ്മം കലർന്നതാണ്. അത് പറയാ വേണ്ടെച്ചാൽ അത് എല്ലാവരോടും അങ്ങനെയാണ്. അതിപ്പോ സ്കൂളിൽ പോയ കുട്ടികളോട്, പിന്നെ അവിടുത്തെ ടീച്ചേഴ്സ്,
അങ്ങനെ ആ, ആ. കാര്യമായിട്ട് ഞങ്ങൾക്ക് കേട്ടറിവ് എന്നും പിന്നെ എന്താ സ്കൂളിലെ സ്റ്റാഫ് സെക്രട്ടറിയുടെ പോസ്റ്റും കൂടി ഉണ്ട്. അങ്ങനെയാണ് എല്ലാ പോസ്റ്റും കയ്യിലുണ്ട്. നല്ല കാര്യമാണ്. കാരണം വെച്ചാൽ മാഷിന്റെ കഴിവുള്ളതുകൊണ്ടാണ്. അതെ, പ്ലാപ്പറ്റ് സ്കൂളിലാണെങ്കിൽ ഒരു സ്ഥാനപ്പേരും കൂടി ഉണ്ട്. NVJ അല്ല, പിന്നെ ഏട്ടൻ. ഓ, ഞങ്ങളുടെ വലിയേട്ടൻ. ഞങ്ങളുടെ ഏട്ടൻ. അത് അവിടെയുള്ള എല്ലാവരും ഏട്ടൻ ഇപ്പോഴും വിളിക്കുന്നു. ആണല്ലേ? ആ, അപ്പൊ ഏട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഏട്ടൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്ലാപ്പറ്റ് സ്കൂളിൽ ഇപ്പൊ നളിനി ടീച്ചറോട് ചോദിച്ചാൽ ഏട്ടൻ എന്നാ പറയും. അവിടുത്തെ ഹെഡ് മാസ്റ്റർ വരെ അങ്ങനെ ഏട്ടൻ. അപ്പൊ ഇത് ഏട്ടൻ സ്ഥാനം വെച്ചിട്ട് അവിടെ നല്ലൊരു പ്രഹസനം എല്ലാവരും. പക്ഷെ അതെന്തറിയോ, എല്ലാവരുടെയും വ്യക്തിപരമായിട്ട് ആർക്ക് എന്ത് വേണം സഹായം അതിന് വേണ്ടിത്താൻ മണ്ണം പെറ്റേ അല്ലെങ്കിൽ ശ്രീകൃഷ്ണപുരത്ത് 4 മക്കളെ എന്നെ ഒരു ദിവസം രാത്രിയിൽ വന്നില്ലെങ്കിലും ഇവരുടെ കൂടെ ആരുടെങ്കിലും കൂടെ എന്തിനെങ്കിലും വിട്ടിട്ടുണ്ടാവും. ചേച്ചിക്ക് തീരുമാനിക്കാം, വന്നില്ലെങ്കിൽ ഉറപ്പാണ്. അതിപ്പോ വിളിച്ചു പറയാൻ ഫോണും നമുക്ക് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ എന്തോ സ്കൂളില് കാര്യമായിട്ടോ ചിലപ്പോ അങ്ങനെ നടന്നിട്ടുണ്ടാവാം എന്ന് നമുക്ക് വിചാരിക്കാം. അതുകൊണ്ട് ആർക്കും അതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. കുട്ടികൾക്ക് നല്ല സ്നേഹം, അവരെ സ്പോർട്സിന് കൊണ്ടുപോയിച്ചാലും വീട്ടിൽ കൊണ്ടുവരിക, നമ്മൾ അതിനു വേണ്ടി സഹകരിക്കുക. അപ്പൊ അതുകൊണ്ട് അതൊന്നൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കും തോന്നിയിട്ടില്ല, ഞാനും പറഞ്ഞായിട്ടില്ല. അല്ല, ചേച്ചിക്ക് വേറെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും മാഷിന്റെ കാര്യത്തില് കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ ഒതുങ്ങിക്കൂടാൻ കഴിഞ്ഞു. കാരണം ജോലി ഇല്ലാത്തത് കാരണം അതാണ് ഏറ്റവും വലിയ മെച്ചം വന്നത്. മാഷ് ഏത് കാര്യത്തിലും സഹകരിക്കാൻ ഒരാള് കുടുംബിനി ഉണ്ടല്ലോ. അതെ. അപ്പൊ ഈ നർമ്മം കലർന്ന് പറഞ്ഞാൽ അതാണ് കുട്ടികളിലെ പൊതുവെ ആൾക്കാരോട്. പിന്നെ ഇപ്പൊ നമ്മുടെ വീട്ടില്, പിന്നെ നമ്മുടെ വീട്ടില് നമ്മുടെ പണിക്ക് ജോലിക്ക് പണിക്കാരുണ്ടാവുമല്ലോ, കൃഷി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ, അതിലും ഉണ്ടാവും 10-15 ആൾക്കാർ നിറയെ ഉണ്ടായിരുന്നു. അവരോടും അങ്ങനെ തന്നെ. ഇപ്പൊ അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നത് നെൽകൃഷിയായിരുന്നു. അതെ, ആദ്യം നെൽകൃഷിയായിരുന്നു. നെൽകൃഷി കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ റബ്ബറിലേക്ക് എത്തി, തെങ്ങ്, കവുങ്ങ്. ശരിക്കും പറഞ്ഞാല് മാഷ് ഇവിടെ ഇല്ലേലും ചേച്ചിക്ക് 100 കൂടെ പണിത്തിരക്കല്ലായിരുന്നു അവിടെ, അല്ലേ? പണിക്കാരുടെ കൂടെ നോക്കി അവരൊന്ന് മേയിച്ചു സഹായത്തിന് ആളുണ്ടെങ്കിലും നമ്മളിതുമ്മിൽ ഇങ്ങനെ ഒപ്പം അവരെ കൊണ്ടെടുക്കുക. നമ്മുടെ നർമ്മം കൊണ്ട് അവരെ എങ്ങനെ നിൽക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു സ്വഭാവം വേണ്ടി വന്നു. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരാണ് വെച്ചാൽ ഈ മാഷിക്കയുടെ അനുകൂലത്തിലാണ്. അതും കൂടി ഉണ്ട്. മാഷ് കാഭാഗ്യം കുട്ടി ഭാര്യയുടെ അച്ഛനമ്മയും വലിയ ഇത് പറയില്ല. അവരോടും ഇഷ്ടമാണ്, അവർക്ക് ഇങ്ങോട്ടും ഇഷ്ടമാണ്. പിന്നെ ഒരു അനിയത്തി, അവരും ഞങ്ങളിങ്ങനെ കൂടി മൊത്തത്തിൽ ഞങ്ങൾ ഫാമിലിയായിട്ടും മാഷയുടെ ഫാമിലി ആയാലും എൻ്റെ ഞങ്ങളിങ്ങനെ കുടുംബങ്ങൾ ഒരുമിച്ച് ഒരു ആഗ്രഹം ഞങ്ങൾക്ക് രണ്ടാളും ആഘോഷം തന്നെയാണ്. കാരണം ഈ ഓണത്തിനൊക്കെ സാധാരണ ഇതിൽ ഒരുമിച്ച് കൂടാറുണ്ടാവുമായിരിക്കും, അല്ലേ? അന്നത്തെ കാലത്തൊക്കെ അതിനെക്കാട്ടിലും പറ്റുന്ന സമയമൊക്കെ കുഴപ്പമില്ല. പറ്റുന്ന സംഭവങ്ങളിനൊക്കെ ഞങ്ങൾ ഒരുമിച്ച് കൂടാനുള്ള അവസരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയില്ല. കണ്ണ